അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അല്ലാത്തി ആതൈത ഉജൂറഹുൻ വമാ മലകത് യമീനുക മിമ്മാ അഫാ അല്ലാഹു അലൈക വബനാതി അമ്മിക വബനാതി അമ്മാതിക വബനാതി ഖാലിക വബനാതി ഖാലാതിക അല്ലാത്തി ഹാജർന മഅക വംറഅതൻ മുഅ്മിനതൻ ഇൻ വഹബത് നഫ്സഹ ഇൻ അറാദ അൻ-നബിയ്യു അൻ യസ്തൻകിഹഹാ ഖാലിസതൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ ഖദ് അലിംനാ മാ ഫറൽനാ അലൈഹിം ഫീ അസ്വാജിഹിം വമാ മലകത് അയ്മാനുഹും ലികൈ ലാ യകൂന അലൈക ഹറജ് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വ ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാമൊക്കെ പഠിച്ചിട്ടുള്ളതും ഏതാണ്ട് ലോകം മനസ്സിലാക്കിയിട്ടുള്ളതുമായ കാര്യം, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു, അതുകൂടാതെ വെപ്പാട്ടികളും ഉണ്ടായിരുന്നു എന്നാണ്. ഭാര്യമാരുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം എണ്ണത്തിൽ മാത്രമാണുള്ളത്. 11 13 എന്നൊക്കെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. വെപ്പാട്ടികളുടെ കാര്യത്തിലും എണ്ണത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. കാലാകാലങ്ങളായി നാം പഠിച്ചു വരുന്ന ചരിത്ര പുസ്തകങ്ങളിലെ ഇത്തരം പരാമർശങ്ങൾ വേദനയോടെയും പ്രയാസത്തോടെയും അല്ലാതെ ഒരു വിശ്വാസിക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. നമ്മുടെ നബി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെങ്കിലെന്ന് ആഗ്രഹിക്കാത്ത ഒരാളുണ്ടാവില്ല. ഇത് സാധാരണ വിശ്വാസികളുടെ മാത്രം കാര്യമല്ല. ഈ പ്രഭാഷണമൊക്കെ നടത്തുന്ന പണ്ഡിതന്മാരാണെങ്കിൽ പോലും അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ ആവേണ്ടത്, ഇങ്ങനെയൊന്നും അല്ലല്ലോ പ്രവാചകൻ ഉണ്ടാകേണ്ടത് എന്ന് അവരുടെ ഉള്ളിലും ആഗ്രഹമുണ്ട്. നിവൃത്തിയില്ല, കിതാബുകളിൽ എഴുതിപ്പോയി. അപ്പോൾ ഈ കിതാബുകളിൽ എഴുതിപ്പോയത് ചുമന്ന് നടക്കുക എന്ന ഒരു വലിയ ഭാരം ചുമക്കുന്ന അവസ്ഥയിലാണ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്. ഇത് പറയാതിരിക്കാൻ പറ്റുമോ? പ്രവാചകനെക്കുറിച്ച് പറയുമ്പോൾ ഇത് പറയാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ധർമ്മ സങ്കടത്തിലാണ് മുസ്ലിം പൊതുസമൂഹം ഇക്കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ചു പോന്നിട്ടുള്ളത്. ഒരു മാതൃക യോഗ്യനായ മനുഷ്യൻ, അങ്ങനെയാണല്ലോ ഖുർആൻ മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന ഫീ റസൂലില്ലാ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് അത്യുന്നതമായ മാതൃകയുണ്ട്. അപ്പോൾ ഈ മാതൃക എന്തിലൊക്കെ ആയിരിക്കണം മുഹമ്മദ് നബി മാതൃകയാകേണ്ടത്? മനുഷ്യൻ്റെ നിഖില ജീവിത മേഖലകളിൽ ഉണ്ടാവണത്. അപ്പോൾ 11 കല്യാണം കഴിച്ചു, 13 കല്യാണം കഴിച്ചു എന്നുള്ളത് എങ്ങനെയാണ് മാതൃകയാകുന്നത്? അപ്പോൾ പറയും അത് മാതൃകയല്ല, അത് മുഹമ്മദ് നബിക്ക് മാത്രമുള്ളതാണ് എന്ന് പറയും. ഇങ്ങനെയാണ്. അപ്പോൾ മുഹമ്മദ് നബിക്ക് മാത്രം ആയിട്ടൊരു നിയമം ഉണ്ടാവുക, അത് മറ്റുള്ളവർക്ക് മാതൃകയല്ലാതിരിക്കുക. അപ്പോൾ മുഹമ്മദ് നബിയുടെ ജീവിതം മൊത്തത്തിൽ മാതൃകയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ?
ഖുർആനിലൊരായത്തല്ലേ അത്, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പറയുമ്പോൾ ഇല്ലാ ഫി ഹയാത്തി പിന്നെ എന്താണ് സിവാജ് എന്നോ അല്ലെങ്കിൽ അതുപോലെ ഒരു ഭാഗം ഒഴിവാക്കി വെച്ചുകൊണ്ട് വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ ഇന്ന മേഖലകൾ നിങ്ങൾക്ക് മാതൃകയല്ല, ബാക്കിയുള്ളത് മാതൃകയാണെന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. മുഹമ്മദ് നബിയുടെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് മാതൃകയാണെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് നബി ചെയ്തതൊക്കെ നമ്മളും ചെയ്യണം എന്നാകുമ്പോൾ അപ്പോൾ പറയും ഇത് മുഹമ്മദ് നബിക്ക് മാത്രമുള്ള ജീവിതമാണ്, അത് നമുക്ക് മാതൃകയല്ല എന്ന് പറയും. അപ്പോൾ മുഹമ്മദ് നബിയുടെ ജീവിതം മുഴുവൻ മാതൃകയല്ല, അല്പം മാത്രമാണ് മാതൃക എന്ന് പറയേണ്ടതായിട്ട് വരും. അങ്ങനെ പറഞ്ഞാൽ അതൊരു പ്രവാചകന് ചേർന്നതാണോ? ഒരിക്കലുമല്ല. ഭാഗികമായി നല്ല ജീവിതത്തിൻ്റെ ഉടമയാണ്, ബാക്കി അങ്ങനെ കൊള്ളാവുന്ന ജീവിതമല്ല, പിന്നെ മൂപ്പരങ്ങനെ കെട്ടി നടന്നു എന്നുള്ള നിലക്ക് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? മുഹമ്മദ് നബിക്ക് കുറേ ഭാര്യമാരുണ്ടായിരുന്നു, കുറേ കല്യാണം കഴിച്ച ആളായിരുന്നു. ഇത് പറയുമ്പോൾ പറയും അതിനെന്താ കുഴപ്പം? അന്ന് കുറേ കല്യാണം കഴിക്കുന്ന ആൾക്കാർ ഉള്ള നാടാണത്. ഇങ്ങനെ നാട്ടിൽ കുറേ ആൾക്കാർ കല്യാണം കഴിക്കുന്നു, കുറേ ഭാര്യമാരുണ്ട്. ആ നാട്ടു നടപ്പിനെ സാധൂകരിക്കാനാണ് ഒരു പ്രവാചകൻ വരേണ്ടത്. ഒരു നാട്ടിൽ മൊത്തം വൃത്തികേട് നടക്കുന്നു, ആ വൃത്തികേടിൻ്റെ കൂടെ ചേരാനാണ് ഒരു പ്രവാചകൻ വരേണ്ടത്. അതിനാണ് ഒരു ഗുരു ഉണ്ടാവേണ്ടത്. ആ വൃത്തികേടുകൾ ഇല്ലാതാക്കുന്നയാളല്ലേ പ്രവാചകൻ? ആ വേണ്ടാധീനങ്ങൾക്കെതിരെ നിലകൊള്ളുന്നയാളല്ലേ പ്രവാചകൻ? അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കേണ്ടയാളല്ലേ പ്രവാചകൻ? അല്ലാതെ നാട്ടുനടപ്പിനനുസരിച്ച് പോകേണ്ട ആളാണോ? എല്ലാവരും ആ നാട്ടിൽ ബാലവിവാഹമാണ്, അതുകൊണ്ട് നബിയും ബാലവിവാഹം ചെയ്തു എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. ആ നാട്ടിൽ എല്ലാവർക്കും കുറേ ഭാര്യമാരുണ്ടായിരുന്നു, അതുകൊണ്ട് നബിക്കും കുറേ ഭാര്യമാരുണ്ടായി എന്നാണ്. ഇതൊരു ന്യായമാണോ? നാട്ടുനടപ്പുകൾ ദുരാചാരങ്ങൾക്കെതിരെ പടപൊരുതാനാണ്, അതിനെ ഇല്ലാതാക്കാനാണ്, ജനങ്ങളെ ശരിയുടെ വഴിയിലേക്ക് നയിക്കാനാണ് പ്രവാചകന്മാർ നിയോഗിതരാകുന്നത്. അല്ലാതെ പോകുന്ന പോക്കിന് ഒരു തള്ളു കൊടുക്കാനല്ല. മോശപ്പെട്ട വഴിയെ ജീവിക്കുന്ന ആളുകളെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാനാണ് പ്രവാചകൻ. അപ്പോൾ ധാരാളം കല്യാണം കഴിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു കല്യാണം മാത്രം കഴിച്ചിട്ട് ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായിരിക്കണം പ്രവാചകൻ. അതാണ് മാതൃക. അപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയില്ല. പിന്നെന്താണ് ഒരു ന്യായം പറയുന്നത്? അത് പ്രബോധനത്തിന് വേണ്ടിയാണ് അത്രേ ധാരാളം കല്യാണം കഴിച്ചത്. അതാണ് മറ്റൊരു ന്യായം. പ്രബോധനത്തിന് വേണ്ടി കല്യാണം കഴിക്കുക എന്നുള്ളത് പ്രായോഗികമാണോ? പ്രവാചകൻ്റെ ജീവിതം ജീവിച്ചുകൊണ്ട് പ്രബോധനം നടത്തുകയല്ലേ വേണ്ടത്. മറ്റൊന്ന് എല്ലാ ഗോത്രങ്ങളെയും അടുപ്പിക്കാൻ വേണ്ടിയാണെന്നാണ്. അത് എത്രത്തോളം സാധ്യമാണ്? എല്ലാ ഗോത്രത്തിൽ നിന്നും കല്യാണം കഴിച്ചിട്ടാണോ ഗോത്രങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കേണ്ടത്? വ്യക്തിത്വം കൊണ്ടല്ലേ, അല്ലാണ്ട് പുതിയാപ്പിളായിക്കൊണ്ടാണോ? വ്യക്തിത്വം കൊണ്ടല്ലേ പ്രവാചകൻ ആകർഷിക്കേണ്ടത്, അല്ലാതെ ആ ഗോത്രത്തിൽ പോയി കല്യാണം കഴിച്ചിട്ട് അവരുമായിട്ടൊരു വിവാഹബന്ധം ഉണ്ടാക്കിയിട്ടാണോ ആകർഷിക്കേണ്ടത്? എന്ന് വെച്ചാൽ വളരെ വളരെ ദുർബലമായ അടിസ്ഥാനരഹിതമായ ന്യായങ്ങളാണ് പ്രവാചകൻ്റെ കുടുംബജീവിതത്തിന് അല്ലെങ്കിൽ പ്രവാചകൻ്റെ ബഹുഭാര്യാത്വം എന്ന് പറയുന്ന കാര്യത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിൽക്കാലത്ത് ധാരാളം ഭാര്യമാരെയും വെപ്പാട്ടികളെയും കൊട്ടാരങ്ങളിലും അരമനകളിലും താമസിപ്പിക്കുന്നതിനു വേണ്ടി അധികാരികൾക്ക് റാൻമൂളികളായിട്ടുള്ള പണ്ഡിതന്മാരും ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രങ്ങളിലാണ് പ്രവാചകൻ്റെ ബഹുഭാര്യാത്വം കടന്നു വന്നിട്ടുള്ളത്. അല്ലാതെ പ്രവാചകൻ ബഹുഭാര്യാത്വം സ്വീകരിച്ചയാളായിരുന്നില്ല. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, ഖദീജ ബീവിയോടൊപ്പം 27 വർഷം താമസിച്ചയാളാണ് റസൂൽ. 27 വർഷം. തൻ്റെ 25-ാമത്തെ വയസ്സ് മുതൽ 52-ാമത്തെ വയസ്സ് വരെ ഒരു ഭാര്യയോടൊപ്പം ജീവിച്ച് തൻ്റെ ജീവിതം മുഴുവനും പ്രണയത്തിൻ്റെ ആഘോഷമാക്കി മാറ്റിയ ഒരു ഭർത്താവിൻ്റെ കുടുംബനാഥൻ്റെ പിതാവിൻ്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അങ്ങോട്ട് കെട്ടലോട് കെട്ടലാണ് ഇവരുടെ കിതാബിൽ. ഓരോ കൊല്ലവും 1, 2, 3 വിവാഹങ്ങൾ. കണ്ടിടത്തൊക്കെ വിവാഹം. യുദ്ധക്കളത്തിൽ വിവാഹം, യാത്ര പോകുന്നിടത്ത് വിവാഹം, എവിടെയെങ്കിലും ഇറങ്ങിയാൽ വിവാഹം, തിരിഞ്ഞു നോക്കിയാൽ വിവാഹം, നടന്നു പോയാൽ വിവാഹം, മൊത്തം വിവാഹം. നബിയുടെ വിവാഹം മാത്രമേ ഉള്ളൂ. നബിയുടെ ചരിത്രം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നിടത്തൊക്കെയും പ്രവാചകൻ്റെ വിവാഹങ്ങളാണ്. നിങ്ങൾ നോക്കൂ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ 10 വർഷം, ആ 10 വർഷത്തിനിടയിലാണ് പ്രവാചകൻ 11 കല്യാണം കഴിക്കുന്നത്. അതാലോചിച്ചാൽ മതി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ 10 വർഷത്തിനിടയിൽ പ്രവാചകൻ ഔദ്യോഗികമായി 11 വിവാഹവും അനൗദ്യോഗികമായിട്ട് 5
ഒരു ലിവിങ് ടുഗദറും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവരുടെ കിതാബ് അനുസരിച്ച്. ഈ 10 വർഷത്തിനിടയിൽ ഈ 16 ബന്ധങ്ങൾ പ്രവാചകൻ ഉണ്ടാകണമെങ്കിൽ ഒരു 6 മാസത്തിലൊരു വിവാഹം നടത്തണ്ടേ? പ്രവാചകൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഒരു വസ്തുത പഠിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്രമാത്രം അസംബന്ധവും കളവുമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എത്ര തിരക്ക് പിടിച്ച ജീവിതമാണ് റസൂലുള്ളാഹിൻ്റെ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതിന് ശേഷം ശ്വാസം വിടാൻ കഴിയാത്ത വിധത്തിൽ ജനനിബിഡമായ അന്തരീക്ഷത്തിൽ പ്രവാചകന്റെ മുന്നിലേക്കെത്തുന്ന പ്രശ്നങ്ങൾക്ക് രാവും പകലും ഇരുന്ന് പരിഹാരം കാണാൻ വളരെ കുറഞ്ഞ സമയം മാത്രം ഉറങ്ങിയിരുന്ന ഒരു മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ഇങ്ങനെ കെട്ടി നടക്കാൻ പ്രവാചകന് നേരണ്ടായിരുന്നില്ല. എന്നിട്ട് അതിനെ സാധൂകരിക്കാൻ വേണ്ടി 30 കുതിരശക്തി കൊടുത്തു. അങ്ങനെയാണ് സാധൂകരിക്കാൻ വേണ്ടി ബുഖാരിയിൽ എഴുതി വെച്ചു, മുഹമ്മദ് നബിക്ക് 30 ആളുകളുടെ ശക്തിയാണ്. അങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമുണ്ട്. ഇങ്ങനെ നടന്ന് കല്യാണം കഴിക്കുന്ന ആൾക്ക് ഇത് വേണമെന്ന് പറയേണ്ടി വരുമല്ലോ. അപ്പോൾ ഖദീജ ബീവിയുടെ കാലത്ത് 30 കുതിരശക്തി ഉണ്ടായിരുന്നില്ലേ? ആ കുതിരശക്തി അപ്പോൾ എവിടെയായിരുന്നു? അപ്പോഴാണല്ലോ കൂടുതൽ ഉണ്ടാകേണ്ടത്. ഖദീജ ബീവിയോടൊപ്പം ജീവിച്ച 27 കൊല്ലം പ്രവാചകന്റെ കുതിരശക്തി എവിടെ പോയി? ബുഖാരി എന്ത് പറയുന്നു? അപ്പം ഇല്ലാത്ത കുതിരശക്തി വയസ്സാം കാലത്ത് എവിടുന്ന് വന്നു? ഇതാലോചിക്കണ്ടേ? ഈ മദീനയിൽ താമസിച്ച 10 വർഷം മാത്രം കുതിരശക്തി ഇറങ്ങി വരികയായിരുന്നോ? 30 ശക്തി. വൃത്തികേടുകളും വിവരങ്ങളും പറയുമ്പം കള്ളം പറയുന്ന ന്യായമെങ്കിലും ഒത്തുവരണ്ടേ? ഇല്ല. ഈ വിവാഹങ്ങൾ മുഴുവനും ഇവരെഴുതി വെച്ച പ്രവാചകന്റെ വിവാഹങ്ങൾ മുഴുവനും അസംബന്ധമാണ്, അത് കള്ളമാണ്. മറ്റൊരു ന്യായം നോക്കൂ, നമുക്ക് ആലോചിക്കാവുന്ന മറ്റൊരു കാര്യം, പ്രവാചകന് ഖദീജ ബീവിയിൽ മക്കളുണ്ടായി. ഖാസിം, അബ്ദുള്ള, ഫാത്തിമ 3 മക്കളുണ്ടായി. ഈ 3 മക്കളും ഖദീജ ബീവിയിൽ പ്രവാചകൻ്റെതായിട്ടുള്ള മക്കളാണ്. അതിൽ അബ്ദുള്ളയും ഖാസിമും ചെറുതിലെ മരിച്ചുപോയി. ഫാത്തിമയെ ഇക്കൂട്ടർ കൊന്നു കളഞ്ഞു. പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞ് 3-ാമത്തെ മാസം. അതിനുശേഷം പ്രവാചകന് മക്കളുണ്ടായി. എപ്പോ? പ്രവാചകൻ വഫാത്താകുന്നതിൻ്റെ 2 വർഷം മുമ്പ്, അതായത് ഹിജ്റയുടെ 8-ാം വർഷം റസൂലുള്ളാഹിക്ക് കുട്ടിയുണ്ടായി. പേര് ഇബ്രാഹിം, ഭാര്യ മാരിയ. അതാണ് റസൂലിൻ്റെ ഭാര്യ. മറ്റൊരു ഭാര്യ അതാണ് മാരിയയാണ്. അത് ക്രിസ്ത്യനായിരുന്നു, കോപ്റ്റിക് ക്രിസ്ത്യനായിരുന്നു. അപ്പോൾ ഖദീജ ബീവിയിലും മാരിയയിലും മക്കളുണ്ടായി. ഇതിനിടയിൽ ഇപ്പറഞ്ഞ 10-16 ആൾക്കാരുടെ കൂടെ റസൂൽ താമസിച്ചിട്ട് എന്തേ റസൂലിന് മക്കളുണ്ടായില്ല? ഏതെങ്കിലും ഒരാളാണെങ്കിൽ അവർ പ്രസവിക്കാൻ വയ്യാത്ത ആളാണെന്ന് പറയാം. ബാക്കിയുള്ളവരിലൊന്നും മക്കളുണ്ടായില്ല. എന്തേ കാര്യം? ഈ അർത്ഥത്തിൽ വൃത്തികേടുകൾ പ്രവാചകന്റെ പേരിൽ എഴുതി വെച്ച് അതിന് ന്യായീകരണങ്ങൾ ചമക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കള്ളക്കഥകളാണ് പ്രവാചക വിവാഹങ്ങൾ മുഴുവനും. അപ്പോൾ ഈ പറഞ്ഞ മഹദികളൊക്കെ ആരാണ്? ഇങ്ങനൊരു സംശയം ഉണ്ടാവുമല്ലോ. ഈ പറഞ്ഞ മഹദികളൊക്കെ ആരാണ്? ഇവരൊക്കെയും പ്രവാചകന്റെ ശിഷ്യകളാണ്. അവർ പ്രഗത്ഭമതികളാണ്. അവർ മഹത്വമുള്ളവരാണ്. അവർ പ്രവാചകനോടൊപ്പം ചേർന്ന് പ്രവാചകനിൽ നിന്ന് ജ്ഞാനം സ്വീകരിച്ച ജ്ഞാന കുതുകികളാണ്, വിവേകശാലിനികളാണ്. പ്രവാചകന്റെ ഓരോ ചലനവും ശ്രദ്ധിച്ച് തങ്ങളുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാനും അത് പ്രസരിപ്പിക്കാനും സാധിക്കുന്ന പ്രസരണികളായി പ്രവാചകനോടൊപ്പം ജീവിച്ചവരാണ് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ മഹദികൾ. അവരെ ഖുർആൻ നിസാ ഉൻ നബി എന്ന് വിളിച്ചു. യാ നിസാ അൻ നബി. അതിൻ്റെ അർത്ഥം പ്രവാചകന്റെ പത്നിമാരെ എന്നല്ല, പ്രവാചകനോടൊപ്പം ഇരിക്കുന്ന സ്ത്രീകളെ എന്നാണ്. പ്രവാചകനോടൊപ്പമുള്ളവർ, അങ്ങനെയാണല്ലോ വിളിക്കുക. പ്രവാചകനോടൊപ്പമുള്ളവർ നിസാ ഉൻ നബി. പ്രവാചകനോടൊപ്പമുള്ള സഹാബികൾക്കാണ് അങ്ങനെ പറയുന്നത്. അവരോട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല. യാ നിസാ അൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇനി തഖൈതുന്ന ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫ. അല്ലയോ പ്രവാചകനോടൊപ്പമുള്ള സ്ത്രീരത്നങ്ങളെ, നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല. നിങ്ങൾ വിശുദ്ധകളായിരിക്കണം. നിങ്ങളുടെ കർമ്മങ്ങളിൽ, നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ നോക്കുകളിൽ, നിങ്ങളുടെ ചിന്തകളിലൊക്കെ നിങ്ങൾ വിശുദ്ധി പ്രസരിപ്പിക്കണം. കാരണം നിങ്ങൾ സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ്. കാരണം നിങ്ങൾ പ്രവാചകനെ പ്രതിനിധീകരിക്കുന്നവരാണ്.
ഇതിനെ പ്രവാചകന്റെ ഭാര്യമാരാക്കി മാറ്റി. ഓ പ്രവാചകന്റെ ഭാര്യമാരെ എന്ന് പറഞ്ഞ് അശ്ലീലം കലർത്തി എഴുതി. പ്രവാചകനോടൊപ്പമുള്ള പ്രവാചകന്റെ കൂടെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു മതത്തിൻ്റെ ഫിഖ്ഹല്ല പ്രവാചകനെ ഭരിച്ചിരുന്നത്, ഖുർആനിനെ ഭരിച്ചിരുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഈ കർമ്മശാസ്ത്രമല്ല, മറിച്ച് വിശാലമായ ഒരു ജ്ഞാന പരിസരമായിരുന്നു പ്രവാചകൻ്റെ. അവിടെ ഇങ്ങനെ സ്ത്രീകൾ വരും, പ്രവാചകനോടൊപ്പം ഇരിക്കും, പ്രവാചകനിൽ നിന്ന് കേൾക്കും. അതിൽ പ്രധാനിയായ ഒരാളുടെ പേരാണ് ആയിഷ, മറ്റൊരാളുടെ പേര് ഉമ്മു സലമ. ഇവരൊക്കെ പ്രവാചകന്റെ കൂടെ എപ്പോഴും ഇരുന്ന് പഠിക്കുന്ന, പ്രവാചകനോടൊപ്പം സഞ്ചരിക്കുന്ന, പ്രവാചകനിൽ നിന്ന് കേട്ടെഴുതുന്ന, പ്രവാചകനോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന, പ്രവാചകനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്ന, പ്രവാചകനിൽ നിന്ന് കറന്നെടുക്കുന്ന. എങ്ങനെയാണോ ഒരു പശുവിൻ്റെ അകിട്ടിൽ ചെന്ന് ഒരു കർഷകൻ പാല് കറന്നെടുക്കുന്നത്, അതുപോലെ പ്രവാചകനിൽ നിന്ന് ജ്ഞാനം കറന്നെടുക്കുന്ന കർഷകരായിരുന്നു പ്രവാചകനോടൊപ്പമുള്ള ഈ സ്ത്രീരത്നങ്ങൾ. പുരുഷന്മാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത, പുരുഷന്മാർക്ക് ചോദിക്കാൻ കഴിയാത്ത മേഖലകളിലൊക്കെയും അവർ ചോദ്യങ്ങൾ ചോദിച്ചു. പ്രവാചകനോടൊപ്പം അവർ സഞ്ചരിച്ചു. പ്രവാചകനെ രാവും പകലും എന്ന പോലെ അവർ അനുധാവനം ചെയ്തു. അങ്ങനെ പ്രവാചകന്റെ ജ്ഞാനശേഖരത്തെ സമൂഹത്തിന് കൈമാറുന്നതിന് അവർ പാലങ്ങളായി വർത്തിച്ചു, ചാലകങ്ങളായി വർത്തിച്ചു. അവരെയൊക്കെ ഭാര്യമാരായിട്ട് ഇവരെഴുതി. അവരാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അവരാണ് പ്രവാചകന്റെ അസ്വാജ്. അസ്വാജ് എന്ന് പറഞ്ഞാൽ ഇണകളെന്ന അർത്ഥത്തിലല്ല, ഇണകളെന്ന അർത്ഥത്തിൽ തന്നെ, പക്ഷെ ഭാര്യ ഭർത്താവ് എന്ന ഇണകളല്ല, മറിച്ച് ജ്ഞാനത്തിൽ പങ്കുചേരുന്ന ജ്ഞാനത്തിൽ ഒരുപോലെ ജീവിക്കുന്ന ഇണകളാണവർ. അവർ പ്രവാചകന്റെ കിടപ്പറയിലുള്ള ഇണകളായിരുന്നില്ല, പ്രവാചകനോടൊപ്പം ശയ്യ പങ്കുവെക്കുന്നവരായിരുന്നില്ല, പ്രവാചകനോടൊപ്പം ശരീരം പങ്കുവെക്കുന്നവരുമായിരുന്നില്ല. പ്രവാചകൻ അങ്ങനെയുള്ള ഒരു പ്രത്യേകതകൾ ഖുർആൻ കൽപ്പിച്ചിട്ടേ ഇല്ല. ഞാനിവിടെ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്ത്. ആ ആയത്തിനെ ഇവർ വക്രീകരിച്ച് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം. യാ അയ്യുഹൻ നബിയ്യു, ഓ പ്രവാചകരെ, ഇന്നാ അഹ്ലൽനാ ലകല്ലാത്തി ആതൈത ഉജൂറഹുന്ന വമാ മലക്കത്തി യമീനുക മിമ്മാ അഫാ അല്ലാഹു അലൈക വബനാതി അമ്മിക വബനാതി അമ്മാതിക വബനാതി ഖാലിക വബനാതി ഖാലാതിക അല്ലതി ഹാജർന മഅക. പ്രവാചകരെ, മറ്റുള്ളവരെ പോലെ നിങ്ങൾക്ക് സാധാരണ നിലക്ക് വിവാഹം ചെയ്യാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് വിവാഹം ചെയ്യാവുന്നതാണ്. വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ എളാപ്പാൻ്റെ മകളെയോ നിങ്ങളുടെ അമ്മാവൻ്റെ മകളെയോ നിങ്ങളുടെ അമ്മായിയുടെ മകളെയോ ഒക്കെ വിവാഹം ചെയ്യാം. മറ്റുള്ളവർക്കുള്ളതുപോലെ തന്നെ പ്രവാചകൻ മാറി നിൽക്കേണ്ടതൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയൂലേ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് പ്രവാചകൻ വിവാഹം ചെയ്യാതിരിക്കുകയായിരുന്നു എന്ന്. നിങ്ങൾക്ക് വിവാഹം ചെയ്യാം, ഇന്നാ അഹ്ലൽനാ ലക, നിങ്ങൾക്ക് നാം അനുവാദം തന്നിരിക്കുന്നു. അസ്വാജകല്ലാത്തി ആതൈത ഉജൂറഹുന്ന, നിങ്ങൾക്ക് മഹർ കൊടുത്ത് വിവാഹം ചെയ്ത് നിങ്ങൾക്ക് ഇണയാക്കി ജീവിക്കാനുള്ള അനുവാദം നിങ്ങൾക്കുണ്ട് എന്ന് വെച്ചാൽ പ്രവാചകൻ അത് ചെയ്തിട്ടില്ല. പ്രവാചകൻ അങ്ങനെ ജീവിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ആരെയൊക്കെ വിവാഹം ചെയ്യാം? നിങ്ങളുടെ ബനാത്തി അമ്മിക്ക, നിങ്ങളുടെ പിതൃവ്യൻ്റെ മക്കളെ വിവാഹം ചെയ്യാം. ബനാത്തി അമ്മാത്തിക്ക, നിങ്ങളുടെ സഹോദരിമാരുടെ മക്കളെ വിവാഹം ചെയ്യാം. ബനാത്തി ഖാലിക്ക ബനാത്തി ഖാലാത്തിക്ക, ഉമ്മ വഴിയുള്ള ബന്ധുക്കളിൽ നിന്ന് വിവാഹം ചെയ്യാം. എല്ലാം മറ്റുള്ളവർക്കുള്ളതുപോലെയൊക്കെ നിങ്ങൾക്കും പറ്റും. നിങ്ങളെന്താ വിവാഹം ചെയ്യാത്തത് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നു, വംറഅതൻ മുഅ്മിനതൻ ഇൻ വഹബത് നഫ്സഹ, നിങ്ങളോട് പ്രണയാഭ്യർത്ഥന നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെയും നിങ്ങൾക്ക് വിവാഹം ചെയ്യാം. ഇൻ അറാദൻ നബിയു അൻ യസ്തൻകിഹഹ, നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ. ഖാലിസതൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ, ഇവിടെയാണ് പ്രശ്നം. എന്നിട്ട് പറയുന്നു, ഖാലിസതൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ, ഇത് നിനക്ക് മാത്രമുള്ള നിയമമാണ്, മറ്റാർക്കും ഇല്ലാത്ത നിയമമാണ് എന്നാണ് ഇതിനർത്ഥം വെച്ചിട്ടുള്ളത്. അങ്ങനെയാണോ അർത്ഥം? ഖാലിസതൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ, ഖാലിസതൻ ലക, അവൾ നിന്നോട് മാത്രമാണ് പ്രണയാഭ്യർത്ഥന നടത്തുന്നതെങ്കിൽ, മിന്ദൂനിൽ മുഅ്മിനീൻ, മറ്റാർക്കുമല്ലാതെ. മറ്റൊരാളുടെ ഭാര്യയായിരിക്കെ നിന്നോട് വന്ന് പ്രണയാഭ്യർത്ഥന നടത്തിയാൽ സ്വീകരിക്കാൻ പറ്റൂല. അത് നിനക്ക് മാത്രം, നിന്നോട് മാത്രം പ്രണയാഭ്യർത്ഥന നടത്തുന്ന മറ്റാരോടൊപ്പവും ജീവിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നാണ് പറഞ്ഞത്. ഇതിനെ നേരെ തിരിച്ച് ഖാലിസതൻ ലക, നിനക്ക് മാത്രമുള്ള നിയമമാണ് എന്നെഴുതി പ്രവാചകന് ഇഷ്ടം പോലെ കല്യാണം കഴിക്കാമെന്നും അത് മാതൃകയല്ലെന്നും പ്രവാചകൻ അങ്ങനെ ധാരാളം കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും വക്രീകരിച്ച് വ്യാഖ്യാനിച്ച് തെറ്റായി ഖുർആനിനെ പ്രചരിപ്പിക്കുകയാണ് ഈ കൂട്ടർ ചെയ്യുന്നത്. ഖാലിസതൻ ലക, അത് അവൾ നിനക്ക് മാത്രം, നിന്നോട് മാത്രം പ്രണയാഭ്യർത്ഥന നടത്തിയവളാണെങ്കിൽ
മിൻ ദൂനിൽ മുഅ്മിനീൻ, അവൾ മറ്റുള്ളവർക്കല്ല, മറ്റുള്ളവരോടൊപ്പമല്ല, നിന്നോട് മാത്രം പ്രണയാഭ്യർത്ഥന നടത്തിയവളാണെങ്കിൽ നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, നിനക്കിഷ്ടമാണെങ്കിൽ സ്വീകരിക്കാം. നമുക്കൊക്കെ ബാധകമായ നിയമമാണ്. ഒരാൾ വിവാഹം ചെയ്തിട്ടില്ല, ചെയ്യുന്നില്ല, അവരിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അവൾ സ്വതന്ത്രയാണ്, ഒരാളുടെ ഭാര്യയല്ല, അവൾക്ക് അങ്ങനെ പ്രണയാഭ്യർത്ഥന നടത്താനുള്ള സൗകര്യമുണ്ട് എങ്കിൽ അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവളെ വിവാഹം ചെയ്യാം. മുഹമ്മദ് നബിയോടും പറയുന്നു നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി അന്ന് ആ സമയത്ത് വിവാഹം ചെയ്തിട്ടില്ലെന്നാണ്. ഖദീജ ബീവിയുടെ മരണശേഷം പ്രവാചകൻ വിവാഹം ചെയ്യാതെ ജീവിക്കുകയായിരുന്നു എന്നാണ്. പിന്നെ വിവാഹം ചെയ്യുന്നത് മാരിയയാണ്. മാരിയ ഒരു കോപ്റ്റിക് ക്രിസ്ത്യനാണ്, ഈജിപ്ഷ്യൻ ഒറിജിനാണ്. മാരിയെ വിവാഹം ചെയ്തു, അതിൽ റസൂലിന് കുട്ടിയുണ്ടായി. അങ്ങേ അറ്റത്തും റസൂലിന് മക്കളുണ്ടായത് മറ്റൊരു അത്ഭുതമാണ്, മറ്റൊരു അടയാളവുമാണ്. മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ അടയാളം. ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട 10-16 ആൾക്കാരെ എണ്ണിയില്ലേ, ആ എണ്ണിയ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു കുട്ടി ഉണ്ടാവണ്ടേ? നിങ്ങൾ പറയുന്ന ശയ്യ പങ്കിടാനും കടപ്പറ പങ്കിടാനും ഒന്നിച്ച് ജീവിക്കാനും ശരീരം പങ്കിടാനുമാണ് പ്രവാചകൻ കല്യാണം കഴിച്ചതെങ്കിൽ ആദ്യത്തിലുണ്ടായി കുട്ടി, ജീവിതത്തിൻ്റെ അവസാനത്തിലുണ്ടായി എങ്കിൽ അതിനിടയിൽ ഉണ്ടാവണ്ടേ? ഈ 30 കുതിരശക്തി എവിടെ പോയി? കള്ളം പറയുകയാണ്, പ്രവാചകന്റെ പേരിൽ കള്ളം പറയുകയാണ്. പ്രവാചകൻ ഏകപത്നി വ്രതത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചയാളാണ്. ഇപ്പറയപ്പെട്ട വിവാഹങ്ങളൊന്നും പ്രവാചകന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ലെന്ന് പ്രവാചക ജീവിതം ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്ന ആർക്കും മനസ്സിലാകും. വെറുതെ കുത്തിക്കയറ്റിയതാണത്. യുദ്ധസമയത്ത് ആലോചിച്ച് നോക്കൂ, സഫിയയെ വിവാഹം ചെയ്തെങ്ങനെ? ഇവരെഴുതി വെച്ച കിതാബിൽ സഫിയയെ വിവാഹം ചെയ്തെങ്ങനെ? സഫിയ ഖൈബറിൽ യുദ്ധം നടന്നതിന് ശേഷം അവിടുന്ന് യുദ്ധത്തടവുകാരെയൊക്കെ പിടിച്ചുകൊണ്ടുവന്നപ്പോൾ സുന്ദരിയായ ഒരു പെണ്ണ്, അപ്പോൾ അവളെയും പിന്നെ ചൂണ്ടിയിട്ട് പോകാൻ നേരത്ത് ആരോ വന്നിട്ട് പറഞ്ഞു നബിയെ നല്ല സുന്ദരി പെണ്ണത് അയാൾ കൊണ്ടുവന്നു. നബി തിരിച്ചു വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ബുഖാരിയിലുള്ള കഥയാണ് ഞാൻ പറയുന്നത്, മായാവി കഥയല്ല, ബുഖാരിയിൽ എഴുതി വെച്ച കഥ. പിന്നെ നബി ആളെ തിരിച്ചു വിളിച്ച് പറഞ്ഞു അവളെ അവിടെ വെച്ചേക്ക്, നീ വേറെ പെണ്ണിനെ എടുത്ത് പോയിക്കോ. അങ്ങനെ അവളവിടെ വെച്ച് എന്നിട്ട് പ്രവാചകൻ അവളെയും കൊണ്ടുപോയി. പോകാൻ നാട്ടിലെത്താൻ നേരല്ല, പകുതിക്ക് വെച്ചിട്ട് പ്രവാചകൻ ഒരു കൂടാരം കെട്ടിയിട്ട് സഹാബികളെ പുറത്ത് കാവൽ നിർത്തിയിട്ട് അതിനകത്ത് വീട്ടിൽ കൂടി ഇന്ന് ബുഖാരി എഴുതി വെച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്കി, ഇങ്ങനെ വിവാഹം ചെയ്യുന്ന ആളാണോ പ്രവാചകൻ? ഈ കെട്ടുകഥകൾ വായിച്ചിട്ട് ഇത് വിശുദ്ധമെന്ന് കരുതി നടക്കുന്ന ജനങ്ങളെക്കുറിച്ച് എന്ത് പറയണം? അവർക്ക് പ്രവാചകനോടുള്ള ബന്ധം എന്താണ്? പ്രവാചകനെ എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്? കള്ളക്കഥകൾ എഴുതി വെച്ചു. എന്നിട്ട് അതൊക്കെ പ്രവാചകന്റെ മഹത്വമായി കൊട്ടിഘോഷിച്ചു. നമ്മൾ അറിയണം, ഒരു സമൂഹത്തിൽ നമ്മൾ പ്രവാചകനെ അവതരിപ്പിക്കുമ്പോൾ വിശ്വാസികൾ ഒരുപക്ഷെ ഈ ഉസ്താദുമാരുടെ തലയെക്കെട്ടിൻ്റെ വലിപ്പം അല്ലെങ്കിൽ താടിയുടെ നീളമൊക്കെ കണ്ടിട്ട് അമ്പരന്ന് അവർ വാപൊളിച്ചിരിക്കുമെങ്കിൽ പോലും പൊതുസമൂഹത്തിന് മുന്നിൽ മുഹമ്മദ് നബി അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണെന്ന്, പ്രവാചകൻ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന്, പ്രവാചകൻ കൊള്ളാത്തയാളാണെന്ന് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവക്കൂട്ടർ മനസ്സിലാക്കുന്നില്ല. മോശപ്പെട്ടൊരവസ്ഥ പ്രവാചകനെ കുറിച്ചുണ്ടാക്കുകയാണ്, മോശപ്പെട്ടൊരു ചിത്രം ഉണ്ടാക്കുകയാണ്, വികൃതമായൊരു ചിത്രം. യഥാർത്ഥത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ചരിത്രത്തിലെ എല്ലാ വസ്തുതകളും പരിശോധിച്ചാൽ മുഹമ്മദ് നബിക്ക് ഖദീജ എന്ന ഭാര്യ 27 വർഷം ഒന്നിച്ച് ജീവിച്ച ഭാര്യയും പിന്നെ മാരിയ എന്ന് പറയുന്ന ഭാര്യ 4 വർഷം ഒന്നിച്ച് ജീവിച്ച ഭാര്യയുമല്ലാതെ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല. ബാക്കി നാം ഭാര്യമാരെണ്ണുന്നവരൊക്കെയും പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യകളായിരുന്നു, പ്രവാചകനോടൊപ്പം സഞ്ചരിച്ചവരായിരുന്നു, പ്രവാചകനിൽ നിന്ന് അറിവുകൾ ജ്ഞാനം കരസ്ഥമാക്കാൻ വേണ്ടി മത്സരിച്ചവരായിരുന്നു, പ്രവാചകനെ സ്വന്തം എന്ന നിലക്ക് സ്നേഹിച്ചവരായിരുന്നു, പ്രവാചകനെ ഖിദ്മത്ത് ചെയ്തവരായിരുന്നു. ഒരു ഗുരുവിനോടുള്ള, ഒരു മഹാഗുരുവിനോടുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചവരായിരുന്നു. അത് മനസ്സിലാക്കാൻ ജ്ഞാനമുണ്ടാകണം, അത് മനസ്സിലാക്കാൻ ആധ്യാത്മികത ഉണ്ടാകണം. അല്ലാതെ വരണ്ട കർമ്മശാസ്ത്രത്തിൻ്റെ തലത്തിൽ പ്രവാചകനെ മനസ്സിലാവില്ല. അള്ളാഹു പ്രവാചകനെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ
സാഹിബിൽ ഹറമൈനി വബ്നി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ്. പ്രവാചക വിവാഹത്തെക്കുറിച്ചും പ്രവാചകൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചും പറയുമ്പോൾ രൂഢമൂലമായി കിടക്കുന്ന അറിവുകൾക്ക് മുകളിൽ ഇങ്ങനെയൊരു ആശയം വരുമ്പോൾ സ്വാഭാവികമായും ഉൾക്കൊള്ളുന്നതിനും സ്വീകരിക്കുന്നതിനും അല്പം പ്രയാസമുണ്ടാകും എന്നെനിക്കറിയാം. പക്ഷേ ഒന്ന് ആലോചിക്കേണ്ടത്, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മുഹമ്മദ് നബി ആണോ, അതല്ല ഈ കഥകളിൽ പറയുന്ന മുഹമ്മദ് നബിയാണോ നമുക്ക് സ്വീകാര്യനായിരിക്കേണ്ടത് എന്നാണ്. പ്രവാചകൻ്റെ ഓരോ വിവാഹത്തെയും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. ഇവരെഴുതി വെച്ച വിവാഹം, ആ വിവാഹത്തിലെല്ലാം പ്രവാചകൻ്റെ മെറിറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിഷയുടെ വിവാഹത്തെ നോക്കാം. ആയിഷയെ വിവാഹം അന്വേഷിച്ച് ഹൗല എന്ന് പറയുന്ന സ്ത്രീ അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ പ്രവാചകന് ആയിഷയെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറയുന്നൊരു വാക്കുണ്ട്, തിരിച്ചു പറയുന്നൊരു വാക്ക്. ആ വാക്കിൽ പ്രവാചകനെക്കുറിച്ചുള്ള എല്ലാ മതിപ്പും നഷ്ടപ്പെടുന്നുണ്ട്. അതിങ്ങനെയാണ്, അഫ തസ്ലഹുലഹു വഹിയ ഇബ്നത്തു അഖീഹി. ഞാൻ പ്രവാചകൻ്റെ സഹോദരനല്ലേ, എൻ്റെ മോളെങ്ങനെയാണ് മുഹമ്മദ് നബിക്ക് ചേരുക? ഇത് പറയുന്നതോടുകൂടി അബൂബക്കർ സിദ്ദീഖിനുള്ള പക്വതയും വിവേകവും മുഹമ്മദ് നബിക്കില്ലെന്നും ബന്ധങ്ങൾക്ക് ഒട്ടും വില കൽപ്പിക്കാത്തയാളാണ് മുഹമ്മദ് നബി എന്നും അല്ലേ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ ഇവിടെ തുടങ്ങി മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും, ഹഫ്സയുടെ കാര്യത്തിലാണെങ്കിലും, നേരത്തെ പറഞ്ഞ സഫിയയുടെ കാര്യത്തിലാണെങ്കിലും, ജുവൈരിയയുടെ കാര്യത്തിലാണെങ്കിലും, സൈനബിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഉമ്മുസലമയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ പ്രവാചകൻ്റെ മെറിറ്റുകൾ നഷ്ടപ്പെടുന്ന കുറേ കഥകൾ ഇവരെഴുതി വച്ചിരിക്കുന്നു. അത് വായിക്കുന്ന ഒരാൾക്ക് മുഹമ്മദ് നബിയോട് ഒരു കാലത്തും ഒരു മതിപ്പും തോന്നാൻ ഒരു സാധ്യതയുമില്ല. ഇൻഷാ അല്ലാഹ് വരുന്ന ഖുത്ബകളിൽ പ്രവാചകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്ന വ്യാജേന ഇവരെഴുതി വച്ചിരിക്കുന്ന പ്രവാചക വിരുദ്ധ കഥകളെ നമുക്കൊന്ന് അനാവരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പറയുമ്പോൾ അറിയാം ഈ വിവാഹം കള്ളമായിരുന്നുവെന്ന്, ഈ വിവാഹ ബന്ധങ്ങൾ കള്ളമായിരുന്നുവെന്നറിയാം. കാരണം അവിടങ്ങളിലൊക്കെയും പ്രവാചകനെ ചെറുതാക്കി കൊണ്ടുവരാൻ ഒരു ഉദാഹരണം ഞാൻ ഇന്ന് പറയാം. പ്രവാചകനൊരു പെണ്ണിനോട് ഇഷ്ടം, അങ്ങനെ അവളെ വിവാഹം ചെയ്യാൻ പ്രവാചകന് താല്പര്യം. ഇവരെഴുതി വെച്ച കഥയാണ് കേട്ടോ, സഹീഹായ കിതാബുകളിലുള്ള കഥയാണ്. അങ്ങനെ അവളെ ഒരു തോട്ടത്തിൽ വെച്ച് പ്രവാചകൻ കണ്ടു. പിന്നെ നബി പറഞ്ഞു, പെണ്ണെ നിനക്ക് എന്നെ കല്യാണം കഴിച്ചൂടെ? എന്നിട്ട് അവളെ കയറിപ്പിടിക്കാൻ ശ്രമിച്ചു. അവൾ കുതിരി മാറി. അപ്പോൾ പ്രവാചകൻ അവളെ വിട്ടയച്ചു. നിങ്ങൾ നോക്കൂ, ഒരു റസൂലിനെ കുറിച്ച്, ഒരു പ്രവാചകനെ കുറിച്ച് സഹീഹായ കിതാബിൽ ദർസിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉസ്താദുമാർ ശിഷ്യന്മാർക്ക് അറബി കോളേജുകളിൽ. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന പ്രവാചകനെ സംബന്ധിച്ച് ഇവർ സമൂഹത്തിന് നൽകുന്ന ചിത്രം എന്തായിരിക്കും? ഇത്തരത്തിൽ പ്രവാചകനെ വഷളാക്കുന്നതിന് വേണ്ടിയാണ് ഈ കഥകളെല്ലാം എഴുതി വെച്ചിട്ടുള്ളത്, ഈ വിവാഹ കഥകളെല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. ഓരോ വിവാഹത്തിൻ്റെ പിന്നിലും ഒരു അജണ്ടയുണ്ട്, വളരെ കൃത്യമായൊരു പൊളിറ്റിക്കൽ അജണ്ട. ആ അജണ്ടകളുടെ സാധൂകരണമായിരുന്നു ഈ വിവാഹങ്ങളെല്ലാം. അത് ആ കഥകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. യഥാർത്ഥത്തിൽ ചരിത്രത്തെ ഒരു പുനർവായനയ്ക്ക്, ചരിത്രത്തിൻ്റെ ഖുർആനികമായൊരു വായനയ്ക്ക് നാം സന്നദ്ധമാകുമ്പോൾ മാത്രമാണ് മുഹമ്മദ് നബി നമുക്ക് വെളിപ്പെട്ടു വരുന്നത്. കാർമേഘത്തിനുള്ളിൽ അകപ്പെട്ടു പോയ പൗർണമിയെ പോലെ മങ്ങി നിൽക്കുകയാണ് മുഹമ്മദ് നബി. കാർമേഘത്തിനകത്ത് നിന്ന് മുഹമ്മദ് നബി എന്ന് പറയുന്ന പൗർണമി പുറത്തേക്ക് വരുമ്പോൾ അറിയാം അതിൻ്റെ തിളക്കവും അതിൻ്റെ വെളിച്ചവും. ആ പൗർണമിയാണ് നമുക്ക് വേണ്ടത്. അതാണ് തല അൽ ബദ്റു അലൈന എന്ന് പറയുന്ന ആ ബദർ, ആ ഒരു പൂർണ്ണചന്ദ്രനെ, ആ പൗർണമിയെ നമുക്ക് സ്വന്തമാക്കാൻ
പൗരോഹിത്യവും അധികാരിവർഗവും എഴുതി വെച്ച ഈ കള്ളച്ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മോചനം വേണം. അല്പം പരിശ്രമിച്ചെങ്കിലേ ആ മോചനം സാധ്യമാവുകയുള്ളൂ. പഠിച്ചതിൻ്റെ അടിമകളാകരുത്. നാം ഗവേഷണ ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത് طيب ثراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.